ശബരിമല ശ്രീ സ്വാമി അയ്യപ്പന്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സ്വപ്നതുല്യമായ രണ്ടാമത്തെ സ്വർണ്ണക്കടത്താണിത്. ബന്ധപ്പെട്ട അധികാരികളുടെ സമ്മതവും അനുവാദവും ഇല്ലാതെ ഒരു മേഖലയിലും ഒരു അഴിമതിയോ കള്ളത്തരമോ ചെയ്യാൻ നമ്മുടെ നിയമം അനുസരിച്ച് പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഭക്തൻ 41 ദിവസം നോമ്പ് നോറ്റ് വ്രതമെടുത്ത് ശബരിമലയിൽ ചെന്നിട്ട് അയ്യപ്പനെ തൊഴാൻ നിന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അതിനോട് ബന്ധപ്പെട്ട ജീവനക്കാരുമൊക്കെ തൊഴുതു തീരുന്നതിന് മുമ്പ് പിടിച്ചു മാറ്റിവിടും. കാരണം എന്താ, മറ്റുള്ളവർക്ക് അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. ഇപ്പോഴാണ് മനസ്സിലായത് അത് മറ്റുള്ളവർക്കുള്ള അവസരമല്ല, കൂടുതൽ ഭക്തർ വന്ന് സംഭാവനയും പണവുമെല്ലാം കൂടുമ്പോൾ ഇവർക്ക് അടിച്ചു മാറ്റാൻ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നതിനുള്ള തെളിവാണ്. അല്ലാതെ അവർ ഈ അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടല്ല. അവിടെ കാവൽ നിൽക്കുന്നവരും അതിന്റെ ബന്ധപ്പെട്ടവരും തന്നെ അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 1200ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 400ഓളം ക്ഷേത്രങ്ങളിലെ കൊടിമരം സ്വർണം പൂശിയതാണെന്ന് പറയുന്നു. ഇപ്പോൾ കോടതി ഇടപെട്ട് ഇതിനൊരു അന്വേഷണം നടത്തണം. ഈ 400ഓളം ക്ഷേത്രങ്ങളിലെ കൊടിമരം സ്വർണം പൂശിയതാണോ, ഇല്ലെങ്കിൽ പെയിന്റ് അടിച്ചതാണോ, ഇല്ലെ ചെമ്പ് പതിച്ചതാണോ എന്നൊക്കെ അന്വേഷിക്കണം. നമ്മൾ ദിനം പ്രതി കാണുന്നതാണ്, അമ്പലത്തിൽ ഭക്തർ ചെന്നിട്ട് ചില അമ്മമാരൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ വീണ് കിടന്ന് തൊഴുത് കരഞ്ഞ് പലരും ശയനപ്രദക്ഷിണമൊക്കെ വെച്ച് തന്റെ സങ്കടങ്ങൾ ദൈവത്തിന് മുമ്പിൽ തുറന്നു പറഞ്ഞ് പ്രാർത്ഥിച്ച് നിറഞ്ഞ മനസ്സുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്, സംതൃപ്തിയോടുകൂടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഭക്തരെ ചൂഷണം ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്ന ജീവനക്കാരും ഇതിനോടനുബന്ധിച്ചും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇതെല്ലാം അടിച്ചു മാറ്റി അവർ സ്വയം സമ്പന്നരാകാൻ ശ്രമിക്കാനുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. അതായത് പാവപ്പെട്ട ഭക്തരെ ചൂഷണം ചെയ്ത് അതിലെ ജീവനക്കാരും അതിനോടനുബന്ധിച്ചവരും സമ്പന്നരായി മാറുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തെ പോലും വിശ്വസിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇപ്പോൾ ഉള്ള മനുഷ്യർക്ക്. അതുപോലെയാണ് ഇതിന് ചുറ്റും നടക്കുന്ന അഴിമതിയും രാഷ്ട്രീയ കൊള്ളത്തരങ്ങളൊക്കെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1200 ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും സ്വർണവോ അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണം നടത്തി അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഇത് ഭക്തരെന്ന് പറയുന്നവര് വെറും ഊളകളും വെറും ശശിയുമായി പോകും.